Watch full episodes on Jio Hotstar. ഷൈത്താൻ സിംഗ് യൂണിഫോം ഒക്കെ റെഡിയായോ? അതെ, തയ്യാറായി കഴിഞ്ഞു. നിങ്ങളത് കണ്ടോളൂ. ഇതാരുപയോഗിച്ചാലും അവൻ ഈവിളായിട്ട് മാറും. വേറെ ആരുമല്ല, നമ്മുടെ ലഡ്ഡു സിംഗിനെ കൊണ്ട് തന്നെയാണ് ഇത് ധരിപ്പിക്കേണ്ടത്. കേട്ടല്ലോ, വേദാസ് നഗരത്തെ ഞാൻ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിനെ കൊണ്ട് തന്നെ ഞാൻ നശിപ്പിക്കും. അവൻ വലിയൊരു ശക്തിശാലി എന്നാണ് അവന്റെ വിചാരം. ഇയാളാണെങ്കിൽ ശിവയ്ക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. യൂണിഫോം ഇട്ട് കഴിഞ്ഞതും ലഡ്ഡു സിംഗിൽ അപാരമായ ഈവിൽ പവർ വന്നു ചേരും. പിന്നെ അയാളെ ആർക്കും തടയാനാവില്ല. താങ്ക് യു ഷൈത്താൻ സിംഗ്. അത് കൊള്ളാലോ, പുതിയ യൂണിഫോമോ? ചെന്ന് ഇന്റർനാഷണൽ ബാങ്ക് കൊള്ളയടിക്കുക. ഓക്കേ ബോസ്. ഇങ്ങനെ ഹലോ എവ്രിവൺ. ഞാൻ എവിടെ പോയാലും എന്നെ കുറിച്ച് മാത്രമേ എല്ലാവരും സംസാരിക്കൂ. സോറി, ഡോണ്ട് മൈൻഡ്. ലഡ്ഡു സിംഗ് സാർ ബാങ്ക് കൊള്ളയടിക്കുകയാണല്ലോ, ഉടനെ പോലീസിനെ അറിയിക്കണം. ഏടോ, ലഡ്ഡു സിംഗ് ഒരു പോലീസല്ലേ? അയാൾ എന്തിനാ വിളിക്കുന്നേ? ശിവയെ വിളിക്ക്. ശിവയ്ക്ക് ഫോൺ ചെയ്യ് വേഗം. ഹലോ ശിവ, ഇവിടം വരെ ഒന്ന് പെട്ടെന്ന് വരാമോ? പെട്ടെന്ന് വാ. വീനസിറ്റിയുടെ ഹൈവേക്ക് വരൂ. ഒരു അതിശയകരമായ കാര്യം കാണിച്ചു തരാം. അവിടെ നിൽക്കൂ ലഡ്ഡു സിംഗ് സാർ. അല്ല, നിങ്ങൾ ആരായാലും ശരി, നിങ്ങളെ കാണാൻ ലഡ്ഡു സിംഗ് സാറിനെ പോലെ തന്നെയുണ്ട്. നീ എന്താ എന്റെ പുറകെ ഇങ്ങനെ വരുന്നത്? പറയോ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ, അല്ലെങ്കിൽ ലഡ്ഡു സിംഗ് സാറേ, അല്ല ആരായാലും ശരി. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇദ്ദേഹത്തെ കാണാൻ ലഡ്ഡു സിംഗിനെ പോലെയുണ്ട്, പക്ഷേ പെരുമാറ്റം അതുപോലെ ഇല്ലല്ലോ. ഇത് കണ്ടിട്ട് ഈവിൾ ലഡ്ഡു സിംഗിനെ പോലെയാ ഉള്ളത്. ഞാൻ എവിടെ പോയാലും എന്നെ കുറിച്ച് മാത്രമേ അവിടെ സംസാരം ഉണ്ടാവൂ. ഇതാ ബോസേ, മോഷ്ടിച്ചു കൊണ്ടുവന്ന ഒരുപാട് സാധനങ്ങൾ. കൊള്ളാം, ഇനി പോയി നഗരം കൊള്ളയടിക്കാൻ നോക്ക് വേഗം. ഓക്കേ ബോസ്, മൂവ്. അറിയില്ല ഈ ലഡ്ഡു സിംഗ് സാറിന് എന്താ പറ്റിയതെന്ന്. പുള്ളിയുടെ ഗെറ്റപ്പ് തന്നെ ചേഞ്ച് ആയിരിക്കാം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലഡ്ഡു സിംഗ് സാർ ഒറ്റയ്ക്ക് പോയി മോഷ്ടിക്കുന്നത് കണ്ടോ?
അതെ, പക്ഷെ അദ്ദേഹത്തിന് എന്തോ കുറെ ശക്തി വന്നതുപോലെ. പെരുമാറ്റത്തിലും എന്തോ വ്യത്യാസമുണ്ട്. എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഞങ്ങളുടെ നാട്ടിലുള്ളപ്പോ ഞാൻ ഒരു ദിവസം സിനിമ കാണാൻ പോയിരുന്നു. ആ സിനിമയിലുള്ള ക്യാരക്ടർ മാസ്ക് ഇടുമ്പോൾ അതിന്റെ ഗെറ്റപ്പ് തന്നെ മാറിപ്പോകും. അതുമല്ലാതെ അയാൾക്ക് നല്ല കൂടുതൽ ശക്തിയും കിട്ടും. ഇപ്പോഴാണ് ഇതിനുള്ള ശരിക്കും ക്ലൂ കിട്ടിയത്. അല്ല, അങ്ങനെ ഞാൻ എന്താ ചെയ്തത്? ലഡു സിംഗ് സാറിന്റെ ഡ്രസ്സിന് വ്യത്യാസമുണ്ട്. ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് മനഃപൂർവ്വം ഈ ഡ്രസ്സ് രൂപീകരിച്ചതാവാം. ആ ഡ്രസ്സ് ഇടുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ലഡു സിംഗിന് ഈവിൽ പവർ വരുന്നത്. നമുക്കിത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാ പറ്റൂ. വീട്ടിലാരോ വന്നിട്ടുണ്ട് തോന്നുന്നു. വരണം കൂട്ടുകാരെ. എന്താ ഫൈറ്റ് ചെയ്യാൻ വന്നതാണോ, അല്ലെങ്കിൽ എന്നെ പിടിക്കാൻ വേണ്ടി വന്നതാണോ? ഏയ് കുട്ടേ, നീ ആള് കൊള്ളാമല്ലോ. നീ നിന്റെ കൂട്ടുകാരുടെ കാര്യം മാത്രം നോക്കിയാ മതി. എനിക്ക് നിന്നോട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സമയമില്ല, ഉത്സാഹവുമില്ല, കേട്ടല്ലോ? നമുക്ക് ലഡു സിംഗ് സാറിനെ ഫോളോ ചെയ്തേ പറ്റൂ. ആ യൂണിഫോം ആരാ കൊടുത്തതെന്ന് നമുക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. ഞാൻ എവിടെ പോയാലും എന്നെ കുറിച്ചുള്ള സംസാരം മാത്രമേ അവിടെ ഉണ്ടാവൂ. സോറി, ഡോണ്ട് മൈൻഡ്. നഗരത്തിന് പുറത്തുള്ള ഒരു ബംഗ്ലാവിലേക്കാണ് ലഡു സിംഗ് സാർ വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും വേഗം ഇങ്ങോട്ട് വരൂ. ബോസ് പറഞ്ഞതുപോലെ ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. കൊള്ളാം. ഇനി താൻ ഡയമണ്ട് മാർക്കറ്റിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള എല്ലാ ഡയമണ്ട്സും കൊള്ളയടിച്ചോണ്ട് വാ. ഓക്കേ ബോസ്. ലഡു സിംഗ് സാറേ, നിങ്ങൾ എങ്ങോട്ടും പോവാൻ പോകുന്നില്ല. അല്ല, ഇതാരാ? ശിവ, നീ ഇവിടെ വരെ എത്തിയോ? എന്തായാലും നന്നായി. ആദ്യത്തെ ഓർഡർ ക്യാൻസൽ. ആദ്യം നീ ശിവയെ ഇല്ലാതാക്കാൻ നോക്ക്. അതിനോടകം ഞാൻ കുറച്ച് ചായ കുടിക്കട്ടെ. എടോ സയന്റിസ്റ്റ്, ഇവൻ ലഡു സിംഗിനെ തല്ലുകയാണല്ലോ. നിന്റെ യൂണിഫോം വർക്ക് ചെയ്യണില്ലേ? ഞാൻ എവിടെ പോയാലും എന്നെ കുറിച്ച് മാത്രമേ അവിടെ. അതെ 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 അതെ, ഞാൻ എന്തൊക്കെയാ പറയുന്നത്? ശിവ, ഞാനിവിടെ എങ്ങനെ വന്നത്? അല്ല, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ബോസേ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടോ. അവൻ ലഡു സിംഗിനെ വെറുതെ വിട്ടില്ല, പിന്നെ നമ്മളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിന്നാ മതി. ലഡു സിംഗ് സാർ വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യും. അതെ അതെ ശിവ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഇത് കണ്ടോ? നോക്കിയേ, ടിവിയിൽ വന്നതാ. അത് ഞാൻ എന്താ ഇതൊക്കെ ചെയ്തത്? ഇവര് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡ്രസ്സാണ് ഇടിപ്പിച്ചത്. ആ ഡ്രസ്സിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഈവിൽ പവർ വന്നിരുന്നു. അപ്പൊ മുതൽ നിങ്ങൾ ഇവരുടെ കൺട്രോളിലായിരുന്നു. ഇപ്പൊ എല്ലാം ശരിയായി സർ. ഇപ്പൊ നിങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്യൂ. എന്നിട്ട് ഒരു നല്ല ഇന്റർവ്യൂ പ്രസിന് വേണ്ടി കൊടുക്കൂ. ഞാൻ ഇവന്മാരെ വെറുതെ വിടില്ല.
ഞാൻ ശരിക്കും ഇവന്മാരെ പെരുമാറി. എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഞാൻ ആരുടെ കൺട്രോളിലാ ഇതൊക്കെ ചെയ്തെന്ന്. എന്റെ അകത്ത് ഒരു ദുഷ്ടശക്തി പ്രവർത്തിക്കായിരുന്നു. ഒരു ലഡ്ഡു സിംഗ് എന്നോട് പറയായിരുന്നു ചെന്ന് മോഷ്ടിക്കാന്ന്. മറ്റേ ലഡ്ഡു സിംഗ് പറയുന്നു അങ്ങനെ ചെയ്യല്ലേ, നീ ഒരു ഇൻസ്പെക്ടർ ആണെന്ന്. ഈ നഗരത്തെ രക്ഷിക്കേണ്ടത് നിന്റെ കടമയാണെന്ന്. മനസ്സിന്റെ അകത്ത് ദുഷ്ടചിന്തകൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അപ്പൊ തന്നെ ശിവേനെ വിളിച്ചു എന്നെ സഹായിക്കാൻ വേണ്ടി. അപ്പൊ തന്നെ എന്റെ അകത്തുള്ള ദുഷ്ട ലഡ്ഡു സിംഗ് ഓടിപ്പോയി. അങ്ങനെയാണ് എനിക്ക് ഈ കള്ളന്മാരെ പിടിക്കാൻ സാധിച്ചത്. Watch India's largest kids library only on Jio Hotstar. Download the app now.